السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. أشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي يدركني يا صاحب الوقت في جبهتي تحت نعالكم أغيظ بحكم نيابة عنكم كافها يا عين صاد كفيت حميم عين سين قاف حميت. മഹാന്മാരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കൾ, മാന്യ സഹോദരി സഹോദരങ്ങൾ, വന്യരായ ഷെയ്ഖുന ഖാളി സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ റോസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ആത്മീയ സംഗമം, എല്ലാ പരിപാടികളും മജ്‌ലിസുകളും അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. സുഹൃത്തുക്കളെ, ദീർഘമായ ഒരു ഭാഷണത്തിൻ്റെ സന്ദർഭമല്ല. മഹാനവറുകളെ മനസ്സിലാക്കിയവരും അവരെ ജീവിതത്തിൽ പകർത്തിയവരും അവരുടെ ഹയാത്ത് കാലത്ത് അവിടുത്തെ പൂർണ്ണമായും ആസ്വദിച്ചവരുമായ ധാരാളം മുഹിബ്ബീങ്ങൾക്ക് തന്നെ മഹാനവറുകളെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് മുമ്പ് ഇവിടെ പ്രഭാഷണം നടത്തിയ വന്യരായ ഇബ്രാഹിം ബാഖവി ഉസ്താദ്, മഅ്ദിൻ സ്ഥാപനങ്ങളിലെ മുദരിസും മലപ്പുറം സംസ്ഥയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം നിർവഹിക്കുകയും ചെയ്യുന്ന വ്യക്തി, കടലുണ്ടി തറവാട്ടിലെ സാദാത്യങ്ങളുമായി, പ്രത്യേകിച്ച് വന്യരായ തങ്ങൾ ഉസ്താദുമായി നല്ല ബന്ധമുള്ള ബാഖവി ഉസ്താദ് ഇവിടെ അടിവരയിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു മറ്റൊരാൾ കേൾക്കുന്നതിനേക്കാൾ അപ്പുറത്ത് അവരുമായി അടുത്ത് ഇടപഴകിയവർക്കൊക്കെ ആ കാര്യങ്ങൾ അനുഭവിച്ചതേ പറയാനുള്ളൂ. അവിടുത്തെ ഇൽമിൻ്റെ ആഴം മനസ്സിലാക്കുകയും അവസാന ഘട്ടങ്ങളിലൊക്കെ സുഖമില്ലാത്ത സമയത്ത് പോലും വലിയ വലിയ കിബാറുൽ ഉലമായിൽപ്പെട്ട പണ്ഡിതന്മാർ കിതാബ് ഓതുന്നതിന് വേണ്ടി ചാലിയത്ത് വീട്ടിൽ വരികയും എത്രയോ പണ്ഡിതന്മാർ അവിടെ നിന്ന് കിതാബ് ഓതി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ബാഖവി ഉസ്താദൊക്കെ ഏകദേശ കിതാബുകളും ദർസി രംഗത്ത് ഓതുന്ന കിതാബുകളൊക്കെ ഓതിപ്പോയിട്ടുണ്ടെങ്കിലും ഖസീദത്തുൽ ബുർദ ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ഓതാൻ തന്നെ വരാറുണ്ടായിരുന്നു. അങ്ങനെ ധാരാളം, കേവലം ഒരു സയ്യിദ് അല്ലെങ്കിൽ ദുആ ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രണ്ടക്ഷരം എഴുതി കൊടുക്കാൻ, ത്വൽസമാത്തിൻ്റെ അസ്മാഇൻ്റെ അല്ലെങ്കിൽ വെള്ളം മന്ത്രിച്ചു കൊടുക്കാൻ എന്നതിനേക്കാൾ ഉപരി ലോകം മുഴുവനും ഉറ്റുനോക്കുന്നത് ബൃഹത്തായ വിശുദ്ധമായ ഖുർആനും ഹദീസും ചർവണം ചെയ്ത് ഇൽമിൻ്റെ ഏറ്റവും വലിയ ആഴിയിലേക്ക് ഊളിയിട്ട് പറക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് അവരുടെ ദാഹം ശമിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ഇൽമിലുള്ള കഴിവ്, അത് പണ്ഡിതന്മാർക്ക് ലോകം നൽകിയ ഏറ്റവും വലിയ ബഹുമതിയാണ്. ആ ഇൽമും കൂടെ സമ്മേളിച്ച ഒരു മഹാൻ എന്ന് പറയുമ്പോൾ ഇൽമു പഠിക്കുന്നതിലും വെറുതെ കിട്ടിയതും അല്ല. ഇൽമു പഠിക്കുന്ന കാലഘട്ടം മുതൽക്ക് തന്നെ മുതഅല്ലിമീങ്ങൾക്കറിയാം, വളരെ ബൃഹത്തായ ഗ്രന്ഥമാണ് ജംഉൽ ജവാമിഅ്. ആ കിതാബ് ഓതി പഠിക്കാൻ ഇന്ന് യഥേഷ്ടം നമുക്ക് ബുക്ക് സ്റ്റാളുകളിലും മറ്റും വിൽപ്പനക്ക് കിട്ടും. അതൊന്നും കിട്ടാത്ത കാലഘട്ടത്തിലും
മഹാനവറുകൾ ഉസ്താദിൻ്റെ കൈവശത്തുണ്ടായിരുന്ന ഒരേ ഒരു കിതാബിൽ നിന്ന് മറ്റു പേജുകളിലേക്ക്, കടലാസുകളിലേക്ക് മുളയെ പേനയായി കറുത്ത മഷിയിൽ മുക്കി എഴുതി മുഴുവനായും തീർത്തതിന് ശേഷമാണ് മഹാനവറുകൾ ആ കിതാബ് ഓതിയത് എന്നോർക്കുമ്പോൾ ഒരു തൽക്കാലത്തെ 8 വർഷത്തെ 6 വർഷത്തെ ഓത്തല്ല. ഇന്ന് ധാരാളം ബിരുദങ്ങളുണ്ട്, ഞാൻ കുറ്റപ്പെടുത്തി പറയുകയല്ല. ഉസ്താദിൻ്റെ മുന്നിലേ പോയാൽ ഒരു ബിരുദം, ബേക്കിലേ പോയാൽ വറായി, ഇങ്ങനെ തുടങ്ങി ഏതെങ്കിലും ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട ഒരു ഓത്ത് ഓതിയാൽ അല്ലെങ്കിൽ മുമ്പിലിരുന്നാൽ ഒരു നോക്ക് കണ്ടാൽ അതിനൊക്കെ ഭയങ്കരമായ സനത് 1 വർഷം കൊണ്ടും 6 മാസം കൊണ്ടും 6 മണിക്കൂർ കൊണ്ടും കൊടുക്കുന്ന ഒരു കാലഘട്ടം. ഇതങ്ങനെയല്ല. ഇത് പൂർണ്ണമായും കിതാബ് വളരെ കഠിനാധ്വാനം ചെയ്ത് ജംഉൽ ജവാമിഅ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയാൽ തന്നെ ഉസ്താദ് ഓതി തന്ന ഭാഗം ഓതിയോന്ന് ചോദിച്ചാൽ ഓതി, കുറച്ചൊക്കെ ഓതിയുണ്ടാവും, ബാക്കിയോട്ട് കിട്ടൂല. പഠിക്കണമെന്ന ആശയോടുകൂടി മുഴുവനും പകർത്തിയെടുത്ത് ഓതുകണം എന്നുള്ളത് അത് സാധാരണ ഒരു മൊയ്ലിയാരെ സംബന്ധിച്ചിടത്തോളം നടക്കൂല. അത്രയും വലിയ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ആ രംഗത്തേക്ക് കടന്നു വരുന്നത്. എൻ്റെ മുത്തഅലിമീങ്ങൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും കബീല പിറകിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നാളെ മോണാണ് അല്ലെങ്കിൽ ഇന്ന തറവാട്ടിൽ ജനിച്ച ആളാണെന്ന് പറഞ്ഞിട്ട് ഖദ്ദസല്ലാഹു സിറഹു പറയുന്ന ആളല്ല. ഇൽമ് പഠിച്ചുണ്ടാക്കി അതിൽ അവഗാഹം നേടിയെടുത്ത് കോളേജിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് വാങ്ങി ഉസ്താദന്മാരുടെ പൊരുത്തത്തോടു കൂടി ധാരാളം പണ്ഡിതന്മാർ, ഈ ഇരിക്കുന്ന സയ്യിദന്മാരിലും ആലിമീങ്ങളൊക്കെ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാരാണ്. തബറുക്കിന് വേണ്ടി ഏതെങ്കിലും ഒരു ബെയ്ത്തിൻ്റെ കിതാബ് ഓതിക്കൊടുത്ത് ബാക്കി മഅഖൂലാത്തും തഫ്സീറും അതുപോലെ തന്നെ എല്ലാ കിതാബുകളും മറ്റു അസിസ്റ്റൻ്റ് ഓതി കൊടുക്കുന്ന പരിപാടിയല്ല. ആദ്യം മുതൽക്ക് തന്നെ അങ്ങനത്തെ ഒരു അസിസ്റ്റൻ്റ് ഇല്ല. നമ്മൾ ബഹുമാനപ്പെട്ട കടലുണ്ടി ഹംസക്കോയ ബാക്കി ഉസ്താദ് അടക്കമുള്ളവരൊക്കെ അവിടുന്ന് അവ്വല് മുതൽ ആഖിർ വരെ ഓതിയ ആൾക്കാരാണ്. ജലാൽ തങ്ങൾ ഇവിടുത്തെ മെയിൻ മുദരിസാണ്. ബഹുമാനപ്പെട്ട ഉജറത്തങ്ങൾ, അവരൊക്കെ ഷരീഫ് ബാക്കവി, അങ്ങനെ തുടങ്ങിയ എനിക്കറിയുന്നവരെ പേര് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവരൊക്കെ അവരിൽ നിന്ന് കിതാബ് ഓതി പഠിച്ചവരാ. പിന്നെ കുറേ ഓട്ടം തുടങ്ങിയപ്പോൾ എല്ലായിടത്തും ഓടിയെത്തണം. അതുകൊണ്ട് തൽക്കാലം 1 or 2 ശിഷ്യന്മാരെ തന്നെ അസിസ്റ്റൻ്റായി വെച്ചു എന്നല്ലാതെ മേലെ ഞാനുണ്ട് ബാക്കിയുള്ളവരൊക്കെ നടത്തണം എന്ന നിലക്ക് ദർശനം നടത്തിയ ആളല്ല. അത്രയും ഇൽമിൽ വലിയ അവഗാഹം തീർത്ത വലിയ മഹാൻ. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ സംഘടനാപരമായും സമസ്തയിലും മുഷാവറയിലും ഉന്നതമായ സ്ഥാനം കൈവരിച്ചു. എന്താണത്? അവിടുത്തെ ജീവിതത്തിലുള്ള ഇൽമിൻ്റെ ബഹുമാനവും അവിടുത്തെ ജീവിതത്തിലുള്ള വറവും അവിടുത്തെ ജീവിതത്തിലുള്ള സൂക്ഷ്മതയും അതൊക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹു വലിയ സ്ഥാനം കൊടുക്കുകയാണ്. കുറഞ്ഞ വയസ്സിലേ ജീവിച്ചിട്ടുള്ളൂ എങ്കിലും ഒരു കാലഘട്ടം വായിച്ചു തീർക്കാനും തീരാൽ മഹത്വം ഇവിടെ ബാക്കി വെച്ചാണ് മഹാനവറുകൾ പോയത്. ഇമാം നബവി റളിയല്ലാഹു അൻഹു ചെറിയ പ്രായത്തിലാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. ഇമാമിന് ശാഫഈ റളിയല്ലാഹു അൻഹു ചെറിയ പ്രായത്തിലാണ് ഇവിടുന്നോട് യാത്ര പറഞ്ഞത്. അങ്ങനെ നോക്കിയാൽ അയിമ്മത്തുകൾ ധാരാളമുണ്ട്. ഇതുപോലെ വളരെ കുറഞ്ഞ പ്രായത്തിൽ ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോഴും ഉന്നതമായ സ്ഥാനങ്ങൾ കൈവരിച്ചുകൊണ്ടാണ് മഹാനവറുകൾ ചരിത്രം സമൂഹത്തിന് ബാക്കി വെച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായത്. മാ വസൽതു ഇലാ റബ്ബി ബിസലാത്തിൽ ലൈലി വലാ ബിസിയാമിൻ നഹാരി ലാകിൻ ബിൽ ജൂദി വത്തവാദുഇ വസലാമത്തു സദ്രി. ബഹുമാനപ്പെട്ട ഖൗസുല്ലാഹ് തങ്ങൾ പറഞ്ഞില്ലേ, എനിക്ക് അള്ളാഹു വലിയ ദറജ നൽകിയിട്ടുണ്ട്, വലിയ സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനൊക്കെ കാരണം മാ വസൽതു ഇലാ റബ്ബി ബിസലാത്തിൽ ലൈലി വലാ ബിസിയാമിൻ നഹാർ. പകല് മുഴുവനും നോമ്പെടുത്തത് കൊണ്ടോ രാത്രിയെ 3ആയി ഭാഗിച്ച ഇബാദത്തെടുത്ത് സുജൂദ് ചെയ്ത് നിസ്കരിച്ചത് കൊണ്ടോ മാത്രമല്ല, ലാകിൻ ബിൽ ജൂദി വത്തവാദുഇ വസലാമത്തു സദ്രി. ഇതൊക്കെ മഹാന്മാർക്ക് അള്ളാഹു കൊടുത്തപ്പോൾ അള്ളാഹു ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തപ്പോൾ അവരെ ദർജ ഇങ്ങനെ കൂട്ടുക. ഇത് 3ഉം ഓരോ വിഷയമായി പറയുകയാണെങ്കിൽ ഒരു ദിവസം 3 ദിവസം 4 ദിവസം ഒന്നും പോരാ. മനസ്സിലായില്ലേ? ലാക്കിൻ ബിൽ ജൂദി, നല്ലോണം ദാനധർമ്മം ചെയ്യുന്ന ആളായിരുന്നു ഗൗസുൽ ആലം ഷെയ്ഖ് ജിലാനി. കൊടുക്കുക തന്നെ വലിയ ഫാക്ടറിയും അല്ലെങ്കിൽ വലിയ വലിയ മാളികയുള്ള ആളൊന്നല്ല ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ്. ബിസിനസ് രംഗത്ത് വലിയ ശമ്പളം പറ്റുന്ന അല്ലെങ്കിൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ആളൊന്നല്ല. അള്ളാഹു കൊടുത്ത നിഅമത്തിൽ നിന്ന് അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലേക്ക് ചെലവഴിക്കുകയും പാവപ്പെട്ട ഉസ്താദന്മാരെയും ആലിമീങ്ങളെയും അതുപോലെ തന്നെ പാവപ്പെട്ട കുടുംബങ്ങളെയും കുടുംബത്തിൽപ്പെട്ടവരെയും വല്ലാതെ സഹായിക്കുന്നൊരു മനസ്സ്. അത് ചില്ലറൊന്നല്ല. എണ്ണിയാൽ അയിമ്മത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ എത്രയാണ് നീണ്ട ചരിത്രം.
ബഹുമാനപ്പെട്ട ഖരീബ് നവാസ് ഖാജ റളിയല്ലാഹു അൻഹു തങ്ങളടക്കം നമ്മുടെ മഹാന്മാരായ മഹത്തുക്കളൊക്കെ ആ രംഗത്ത് ധാരാളം ജൂദ് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ച ആളാണ്. ആരെങ്കിലും കുടുംബത്തിൽ നിന്ന് വീടെടുക്കുമ്പോൾ തന്നെ മഹാനവറുകൾ പറയും, തറ ഇൻ്റെ വകാണ് കേട്ടോ, തറ ഇൻ്റെ വകാണ്. ഒരിക്കൽ ഞാൻ ചോദിച്ചു, തറ അങ്ങനെ പ്രത്യേകം തറ മാത്രം കൊടുക്കാൻ? അപ്പോൾ പറഞ്ഞു, ആ തറ അവിടെ ഭൂമിയിലുള്ള കാലത്തോളം ആ വീട്ടുകാർ നിസ്കരിക്കല്ലോ, അപ്പം അവരൊക്കെ സുജൂദ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം റബ്ബിനിക്ക് തരുമല്ലോ. വല്ലാത്തൊരു ഈമാനും യഖീനും. ബക്കവി ഉസ്താദ് നേരത്തെ പറഞ്ഞത് ഞാൻ അണ്ടർലൈൻ ചെയ്യാണ്. ഈമാനും യഖീനും 100% ഒരാളെ ഏതാൾ വന്നാലും അവിടുത്തെ ബഹുമാനം ഒരുപോലെയാണ്. ഒരു വലിയ പൈസക്കാരൻ വരുമ്പോൾ കുറച്ചൊരു ചിരി കൂടുക, അതിനേക്കാളും വലിയ പൈസക്കാരൻ പൈസ കുറച്ച് നൂന്ന് ഒരു ബഹുമാനം കൂടുക, അങ്ങനൊന്നുമില്ല. അത് ബഹുമാനിക്കുന്ന ബഹുമാനം, അത് ഉള്ളറിഞ്ഞ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ബഹുമാനം, അവിടുത്തെ ഒരു ചിരി, അവിടുത്തെ മഹബത്ത്, അത് ഓരോരുത്തരും വിചാരിക്കും ഇന്നോടാണ് കൂടുതൽ. ആ ഒരു ദാനധർമ്മം എനിക്ക് ഓർമ്മയുണ്ട്. പബ്ലിക്കായി പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് സഖാഫി കൊല്ലം ഒരിക്കൽ ഞങ്ങൾ ഉപ്പൻ്റെ കൂടെ കൊല്ലത്ത് വളരെ സീരിയസ് ആയി ഒരു ക്യാൻസർ രോഗിയെ മന്ത്രിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പെട്ടപ്പോൾ ആ പുറപ്പെട്ട യാത്ര ഞാൻ വേറെ റൂട്ടിലാണ്, ഉപ്പ വേറെ റൂട്ടിലാണ് പോകുന്നത്. അവിടുന്ന് വേഗം എന്നോട് പറഞ്ഞു, കൊല്ലത്ത് പോകണം, നിങ്ങൾ വരണം. നേരെ പോയി. അങ്ങനെ ക്യാൻസർ രോഗിയെ മന്ത്രിച്ചു. അത് പിന്നെ ആ രംഗം പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. അദ്ദേഹം വർഷങ്ങളോളം ജീവിച്ചു. ഒരാഴ്ചയിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇവിടുന്ന് പെട്ടെന്ന് എടുത്തു കൊണ്ടുപോകണമെന്ന് ഡോക്ടർ വിധി എഴുതിയ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പോയി മണിക്കൂർ മന്ത്രിച്ച് എത്ര കാലം ജീവിച്ചു അറിയും. ആ പോകുന്ന വഴിയിൽ കൊല്ലം സഖാഫി പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്ന് കയറി ഇത് വരക്കണം. ഇപ്പോൾ പറഞ്ഞു, ഉടനെ നിങ്ങൾ കുറ്റടിക്കണം. നിങ്ങളെ കണ്ട് നിങ്ങളെ പ്രസംഗവും നിങ്ങളെ സ്റ്റേജും നിങ്ങൾ വലിപ്പമൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യമൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വളരെ ചെറിയ വീടാണ്, ഇതൊന്നും പറ്റൂല, വീട് ഉടനെ മാറ്റണം. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, തങ്ങൾ തന്നെ കുറ്റിയടിക്കണം. അങ്ങനെ പറഞ്ഞു. ഒരു ദിവസം ഇവിടെ വയലിന് പോകുന്ന സമയത്ത് ഇവിടെ വന്നപ്പോൾ ഒരു വലിയ എമൗണ്ട്, എത്രയെന്ന് ഞാൻ പറയുന്നില്ല, അത് എടുത്തു കൊടുത്തിട്ട് ബിസ്മില്ല അഡ്വാൻസ് എൻ്റെ വകയാണ്, നിങ്ങളിതുകൊണ്ട് കുറ്റിയടിക്കണം എന്ന് പറഞ്ഞ് കൊടുക്കും. ഇത് തിരിച്ചു തരേണ്ട പൈസ അല്ല, ഞാനൊരു ഉദാഹരണം പറയാണ്. നമുക്കൊക്കെ പഠിക്കാനുള്ള ഒരു പാഠമാണല്ലോ. ഏത് രംഗത്തും കൊടുക്കുക. കുടുംബത്തിൽപ്പെട്ടവരാവട്ടെ, സങ്കടം പറയുന്നവരാവട്ടെ, അവർക്ക് വേണ്ടി നന്നായി കൊടുക്കുന്ന വിഷയത്തിൽ കിട്ടുന്നത് പിടിച്ചു വെക്കാൻ എന്നുള്ള പരിപാടിയില്ല. എത്രയാണോ കിട്ടുന്നത് അതങ്ങനെ കൊടുക്കുക തന്നെ. അത് വലിയൊരു ലദ്ദത്ത്, വലിയൊരു മധുരം കണ്ടെത്തിയ മഹാനുഭാവൻ. ഇത് ആലിമീങ്ങൾക്ക് പറഞ്ഞ അടയാളാണ്, അത് ഓൽക്ക് ഉണ്ടാവുമല്ലോ, അതവർക്ക് എന്തായാലും ഉണ്ടാകും. അങ്ങനെ ധാരാളം പാവങ്ങളെ സഹായിക്കാനും പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുവാനും അതിലൊന്നും ഒരു കയ്യും കണക്കും കൂടാതെ എത്രയാണ് മഹാനവറുകൾ ചെലവഴിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ സംസാരം ചുരുക്കുന്നു സുഹൃത്തുക്കളെ, പറഞ്ഞാൽ തീരില്ല. താഴ്മയുള്ള ജീവിതം, വല്ലാത്ത വിനയം, തവാളു, അത്രത്തോളം താഴ്ന്ന ജീവിതം. ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം സമസ്ത മുഷാവറ സെൻറ്ററിൽ മുഷാവർക്ക് പോവുകയാണ്. കൂടെ ഞാനും ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക ഹാലാണ്, അതങ്ങനെ പോകും. ഞാൻ ചീർപ്പൊക്കെ എടുത്ത്, എൻ്റെ കയ്യിൽ ചീർപ്പുണ്ടായിരുന്നു, അത് തൊടുത്ത് ഇങ്ങനെ താടിയൊക്കെ ഇങ്ങനെ നടത്തപ്പോൾ ആക്ക് വേണമല്ലേ, നിങ്ങളെന്നെ കൂടെ വേണ്ടി വരും, എന്നും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളെന്നെ ഇതൊക്കെ ചെയ്തു തരേണ്ടി വരും എന്ന് പറഞ്ഞു. അതൊക്കെ ചെയ്തു കൊടുത്ത് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, ഷാൾ എടുത്തില്ല. അപ്പോൾ ഒരു ഷാളിങ്ങനെ തോളിടാറുണ്ടല്ലോ. അപ്പം എന്നോട് അത് വേണ്ട പറഞ്ഞു. അവൻ എന്തേ? അപ്പം എന്നോട് പറയാണ്, AP ഉസ്താദ് ഉണ്ടാവും മേലെ. ഉസ്താദ്, AP ഉസ്താദ് ബഹുമാനപ്പെട്ടവരെ ഉസ്താദും അല്ല, ഒന്നുമല്ല, കിതാബ് ഓതിയിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ ആ ഒരു ബഹുമാനം നോക്കിങ്ങൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഇന്ന് ഒരു കുറച്ച് അത്യാവശ്യം ആൾക്കാർ സഹസ് കൂടിയ നല്ലൊരു വലിയ കഫ്ലിങ്ങും വലിയൊരു ഹൈറ്റുള്ള ചെരുപ്പും വാച്ചും മോതിരം ഇട്ട് ഒരു ഏതെങ്കിലും നല്ല കളറുള്ള സാലിട്ട് ഓതന്നെ ഏറ്റവും വലിയ ഷെയ്ഖെന്ന് തോന്നിപ്പോകുന്നവർ എന്നെ പോലുള്ളവരുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. ഇതല്ല, അവിടെ AP ഉസ്താദ് ഉണ്ടാവും, അതുകൊണ്ട് അത് പറ്റില്ല. ഓർക്കെന്താ പെടുന്നതിന് ഒരു കുറവില്ല, അത്ര എലുമുണ്ട്, എല്ലാം കൊണ്ട് തികഞ്ഞ ആളും സയ്യിദൊക്കെയാണ്. പക്ഷേ ഉസ്താദിനെ ബഹുമാനിച്ചിട്ട് അത് മാറ്റി വെക്കുക. എന്താണ് ആ ഒരു വിനയം? എങ്ങനെ എത്ര സംഭവങ്ങൾ. താജുൽ ഉലമ ഉപ്പാപ്പ ഉള്ള സാഹസിലൊക്കെ പുറകോട്ടേ പോയിരിക്കും, മുമ്പ് പോയിരിക്കൂല. ഉപ്പാപ്പ ഉണ്ട് അവിടെ, എനിക്ക് പേടിയാന്ന് പറയും. എന്താണ് ആലിമീങ്ങളോട് മഹാന്മാരായ ഒക്കെ ഉസ്താദിനെ കാണാൻ പോകുമ്പോഴും, ബഹറുൻ നുജൂം ബഹുമാനപ്പെട്ട ബിനാങ്കോയ് ഉസ്താദിനെ കാണാൻ പോകുമ്പോഴൊക്കെ അത്രത്തോളം വിനയവും ബഹുമാനവും കാത്തു സൂക്ഷിച്ച് ജീവിതത്തിൽ കൃത്യമായ അളവ് കാത്തു സൂക്ഷിച്ച ആളാണ് മഹാനവറുകൾ. വസ്സലാമത്തുസ്സുദരി, നിഷ്കളങ്കമായ ഹൃദയം, ഒരാളോടും വെറുപ്പില്ല, ഒരാളോടും പകയില്ല,
ഒരാളോടും ഫിത്ന പറയാനില്ല, ഫസാദില്ല. അങ്ങനത്തെ ഒരു മേറ്റർ ഞങ്ങളുടെ ഇത്രയും വർഷ ജീവിതത്തിൽ കുടുംബത്തിലേക്ക് ചേർന്നതിന് ശേഷം ഞാൻ എത്രയോ ഇടപഴകി ജീവിക്കുകയും ഭക്ഷണം കഴിക്കുകയും കൂടെ യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്താലും ഒരാളെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടുക എന്നല്ലാതെ അതിനെക്കുറിച്ച് ഒരു അതിനെക്കുറിച്ച് കൂട്ടി പറയാനോ അങ്ങനെ ഉണ്ടല്ലേ. നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ അതെ മാത്രമല്ല ഞാനും ഒരു ദിവസം പോകുമ്പോൾ മൂപ്പർ അങ്ങനെയായിരുന്നു, മൂപ്പർ ഇങ്ങനെ, അങ്ങനത്തെ ഒരു സംഭവം ജീവിതത്തിൽ ഇല്ല, ഉണ്ടെന്ന് പറയാൻ ഒരാൾക്ക് കഴിയില്ല, ഒരാൾക്കും തെളിയിക്കാൻ കഴിയില്ല. അങ്ങനെ സംശുദ്ധമായ ഈ പോകുന്ന റൂട്ട് ഇത് ഏറ്റവും വലിയ ദർജയിലേക്ക് എത്താനുള്ള റൂട്ടാണെന്ന് നമുക്ക് ആർക്ക് തിരിഞ്ഞു? അത്രയും എല്ലാ ഭാഗങ്ങളും കൃത്യമായി ശ്രദ്ധിച്ച് ചെയ്യുന്ന ഇബാദത്തുകൾ റബ്ബായ അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലാകണമെന്ന് ദൃഢനിശ്ചയത്തോടുകൂടി മുന്നിട്ടിറങ്ങിയ മഹാനവറുകൾ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടണം. അതിനാണ് ഈ ഉറൂസ്, അല്ലാതെ അവർക്കൊന്നും നേടിയെടുക്കാനല്ല. അവരെ ഉറൂസ് കൊണ്ട് നമുക്കിങ്ങനെ ഒരുപാട് റിഫഅത്ത് ഉണ്ടാകണം. അവരെ മദ്ഹുകൾ ഇങ്ങനെ പറയുമ്പോൾ, അവരെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഖൽബ് നന്നാകണം. കേൾക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് എനിക്കും ബഹുമാനപ്പെട്ടവരെ പോലെ ആവണം എന്ന് തോന്നണം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുട്ടികളോട് വലിയ കരുണയും എല്ലാ വിഷയത്തിലും കുടുംബപരമായ ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അവിടെയെല്ലാം ഹബീബായ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കൃത്യമായ സുന്നത്ത് പാലിച്ചു കൊണ്ട് തന്നെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കുടുംബത്തിൽ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്ക് സമയമില്ല പിന്നെ വരാന്നുള്ള പരിപാടിയല്ല. അത് കൃത്യമായി ഇരുന്ന് അവരുടെ വിഷയങ്ങൾ കേട്ട് അതിന് പരിഹാരം പറഞ്ഞു കൊടുത്തിട്ടേ ബാക്കിയുള്ള പരിപാടിയുള്ളൂ. ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും മഹാനവറുകൾ നല്ല യഖീനോടെ ഈമാനോടെ മുന്നേറി. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിനും ഇവിടെ നടക്കുന്ന സ്വലാത്തുകൾക്കും അല്ലാഹു വലിയ പവർ കൊടുത്തു. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇവിടുത്തെ സ്വലാത്തിൻ്റെ പവർ നിങ്ങൾ പ്രസംഗിക്കുന്നിടത്തൊക്കെ സ്ഥാപനത്തിൻ്റെതോ എൻ്റെതോ മഹത്വമല്ല, സ്വലാത്തിന് ഇങ്ങനെ മഹത്വമുണ്ടെന്ന് മോമിനിയങ്ങൾ അറിയണം, നിങ്ങളത് പറയണം എന്നോട് പറഞ്ഞു. ഒരു ടീം ഇവിടെ വന്നു, അവർക്ക് എയ്ഡ്സ് രോഗിയായിരുന്നു ഇവിടെ വരുന്ന സമയത്ത്. അതിൻ്റെ എല്ലാ റിപ്പോർട്ടും ഉണ്ട്, എനിക്കത് കാണിച്ചു തന്നു. ഇന്ന് ഷെൽഫിൽ വെക്കുന്നുണ്ട്, നിങ്ങൾ വേണ്ടുന്ന സമയത്ത് എടുക്കണം എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുവന്ന് അവർ ചികിത്സക്ക് വന്നു. വെള്ളം മന്ത്രിച്ചു കൊടുത്തു, സ്വലാത്തിൽ വരണമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇതിങ്ങനെ മന്ത്രിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു കൃത്യമായ ഒരു വഴിയിലേക്ക് റൂട്ട് തെളിഞ്ഞു വരുന്നത്? അപ്പോൾ പറയും, വെള്ളം മുന്നിൽ വെച്ചിട്ട് കണ്ണടച്ചിങ്ങനെ ചിന്തിക്കും, എന്നിട്ട് പറയും അല്ലാഹ് ഹബീബായ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ തങ്ങളെ നിയാബത്തൻ ഞാനിതാ ഈ രോഗിക്ക് എന്താണോ ഓതാനും ചെല്ലാനും കളിപ്പിച്ചത് എൻ്റെ ഹബീബായ മുത്തുനബി തങ്ങളെ സ്വലാത്ത് ചൊല്ലി ഞാൻ മന്ത്രിച്ചു കൊടുക്കുന്നു. അവിടുത്തെ പകരക്കാരായി ഞാൻ ഓതുന്നു. അതിൻ്റെ കാരണം കൊണ്ട് ഈ രോഗിക്ക് ശിഫ കൊടുക്കണേ എന്ന് മനസ്സിൽ നീയത്തൊക്കെ വെച്ച് ഉറപ്പിച്ച് വെള്ളം കൊണ്ടുവരുമ്പോൾ തന്നെ അങ്ങോട്ട് ഊതി കൊടുക്കല്ല. വെള്ളം അങ്ങനെ ഇങ്ങോട്ട് പാസ്സാകുമ്പോൾ തന്നെ ചുഷൂന്നാക്കിയിട്ട് ഓടി പിടിയല്ല. അതതിൻ്റെ മട്ടത്തിൽ അവിടെ വെച്ച് ചൊല്ലി മന്ത്രിച്ച് അത് കൊടുത്തിട്ട് ബിസ്മില്ല നിങ്ങൾ ഉപയോഗിച്ചു. ആ ഒരു നീയത്ത് യഖീൻ അതുണ്ട്, പിന്നെ വേറെ ഒരു പ്രയാസം ഉണ്ടാവില്ല. അത് അതിനോടങ്ങ് മാറിപ്പോവും. ആ വെള്ളം കൃത്യമായി കുടിച്ചു. ഒരുപാട് സ്വലാത്തുകൾക്ക് മാസങ്ങളോളം വന്നു. പിന്നെ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമേ കാണാനില്ല. 2 റിപ്പോർട്ടും ഇവിടെ ഉണ്ട്. എയ്ഡ്സ് രോഗം മാറിപ്പോയി. എത്ര അത്ഭുതങ്ങൾ! ഇത് സ്വലാത്തിൻ്റെ മഹത്വം. അത് ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ യഖീനോടെ ഈമാനോടെ കാര്യങ്ങൾ മുന്നിൽ വെച്ചങ്ങ് നടത്തിയപ്പോൾ മഹാനവറുകൾക്ക് അല്ലാഹു വലിയ ഫുതുഹാത്ത് കൊടുത്തു. എത്രയോ സംഭവങ്ങളുണ്ട് സുഹൃത്തുക്കളെ. കുറേയൊക്കെ ഞാൻ മുന്നേ പറഞ്ഞു പോയതുകൊണ്ട് പറഞ്ഞാൽ തീരാത്തത്ര മഹത്വങ്ങൾ സമയത്തിൻ്റെ പരിമിതി കാരണം ഞാൻ നിർത്തുകയാണ്. ഏതായാലും മഹാനവറുകളോടുള്ള അങ്ങേയറ്റത്തെ മഹബത്ത് അവിടുത്തെ ജീവിതത്തിൽ നമ്മളെപ്പോഴും പിൻപറ്റുകയും അവർ നമുക്ക് കാണിച്ചു തന്ന വഴിയിൽ നിന്ന് തെറ്റാതെ കൃത്യമായി മുന്നോട്ട് പോവുകയും ബഹുമാനപ്പെട്ടവരെ പേരിൽ എപ്പോഴും ഓരോ ഫാത്തിഹ അവർക്ക് ഓതി ഹദിയ ചെയ്ത് അവരെ മഹബത്ത് വെച്ച് അവരെ സ്നേഹിച്ച് അവരോടൊന്നിച്ച് നാളെ സുവലോക സ്വർഗത്തിലെത്താൻ നമുക്ക് കഴിയണം. യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. ഈ നാട്ടുകാരൊക്കെ സാക്ഷിയല്ലേ? ഈ 9-10 വർഷങ്ങൾക്ക് മുമ്പ് 21-ാം രാവിലെ ഈ ഗ്രൗണ്ടിൽ വെച്ച് എന്തേ പറഞ്ഞത്? ഒരു കുപ്പി തേനെടുത്തു. 98 വയസ്സായ ഒരു പണ്ഡിതനല്ല പറയുന്നത്, മരിക്കാൻ കിടക്കുന്ന സക്കറാത്തിലുള്ള ആളല്ല പറയുന്നത്. ആ കുപ്പി തേനെടുത്തിട്ട് പറഞ്ഞു, മന്ത്രിച്ചിട്ട് പറഞ്ഞു, ഇതായിരിക്കാം വേണ്ടത്. അടുത്ത വർഷം ഈ തേൻ കിട്ടൂല, അടുത്ത വർഷം ഈ തേൻ കിട്ടൂല, എൻ്റെ കയ്യിൽ നിന്ന് കിട്ടൂല.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ വാങ്ങാം, ഞാൻ എൻ്റെ യാത്രയൊക്കെ ഉറപ്പിച്ചു, എൻ്റെ ബസ്സിൽ സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് മന്ത്രിച്ച് ഇപ്പം ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങാമെന്ന് പറഞ്ഞ് ജനങ്ങളോടൊക്കെ യാത്ര പറഞ്ഞ് ഈ ലോകത്തെ എല്ലാ ഹുക്കൂക്കുകളും തീർക്കുന്ന രൂപത്തിൽ ഇത്ര കൃത്യമായി നമ്മോട് പറഞ്ഞു പോയത്. നേരത്തെ ഉസ്താദ് അവർകൾ പറഞ്ഞതുപോലെ സ്വന്തം പൈസ കൊടുത്ത് ഭൂമി വാങ്ങി വെച്ച് എൻ്റെ ആഗ്രഹം വലിയ മണിമാളികയുടെ ഉള്ളിൽ കിടന്നുറങ്ങുകയല്ല. എനിക്കെൻ്റെ മണ്ണിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, അദ്കാറുകൾ ചെല്ലുമ്പോൾ, വറുദുൽ ലത്തീഫ് ചെല്ലുമ്പോൾ, യാസീൻ ഓതുമ്പോൾ, ബുർദ ചെല്ലുമ്പോൾ, ഖുർആനും ഹദീസും അവർ കിതാബ് ഓതി പഠിക്കുമ്പോൾ അതെല്ലാം എനിക്ക് ഖബറിൽ നിന്ന് കേട്ടുകൊണ്ട് സന്തോഷത്തോടെ ഖിയാമം വരെ എനിക്ക് കിടന്നുറങ്ങാൻ സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ കിടന്നുറങ്ങാൻ തിരഞ്ഞെടുത്ത സ്ഥലത്തല്ലേ ഇന്ന് കിടന്നുറങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, വഫാത്തിന് മുമ്പ് പറഞ്ഞ വസിയത്ത് എത്ര ധാരാളമുണ്ട്. എനിക്ക് ഖബറിൽ കിടക്കുന്ന സമയത്ത് മലായികത്തീങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി മറുപടി പറയാൻ മാത്രം ധൈര്യമൊന്നും എനിക്കില്ല. എനിക്കവിടെ വല്ല ജസവും, എനിക്ക് വല്ല ഏതെങ്കിലും ഒരു കുറവും അനുഭവപ്പെട്ടാൽ മലായികത്തീങ്ങളെ നേരിടാനുള്ള ധൈര്യം എനിക്കില്ല. അതുകൊണ്ട് ഹബീബായ, ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും കാത്തു സൂക്ഷിക്കുന്ന എൻ്റെ ഹബീബായ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും ശറഫാക്കപ്പെട്ട മുബാറക്കുൽ മുഅല്ലമായ അവിടുത്തെ ഷഅർ മുബാറക്ക് എൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരിപ്പുണ്ട്. അതുവരെയും അത് ജനങ്ങളോടോ അല്ലെങ്കിൽ മറ്റു പബ്ലിക്കായി എല്ലാവരെയും അറിയിച്ച് ഒരു ഖ്യാതി നേടുക എന്നുള്ളതൊന്നും ബഹുമാനപ്പെട്ടവർ കൊണ്ടുവരാതെ അവസാനം അത് നിങ്ങൾ ഞാൻ വഫാത്തായാൽ എൻ്റെ വായിൽ വെച്ച് തരണം. എനിക്ക് അതിൻ്റെ ഒരു ബറക്കത്ത് കൊണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും സ്വാദിക്കായ ജവാബ് കൊടുക്കാൻ എനിക്ക് മലക്കുകൾക്ക് കഴിയണം. അതല്ലാതെ എനിക്ക് വേറെ വഴിയില്ലെന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഞാൻ വഫാത്തായാൽ എൻ്റെ കൂടെ കഫംപുടയിൽ നല്ല സുഗന്ധം നിങ്ങൾ പുരട്ടിത്തരണമെന്ന് ഭാര്യയോട് പറഞ്ഞപ്പോൾ, ഏത് സുഗന്ധമാണ് പുരട്ടേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറകിൽ നടക്കുന്ന സമയത്ത് അവിടുത്തെ പുറക ശരീരത്തിൽ നിന്നും ഊറ്റിയെടുത്ത വിയർപ്പിന്റെ കണങ്ങൾ ഞാൻ കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരു ബോട്ടിലിൽ. ഇതിനേക്കാളും സുഗന്ധമുള്ള, ഇതിനേക്കാളും മണമുള്ള സുഗന്ധം വേറെ ഏത് ലോകത്തുണ്ട്? അത് എൻ്റെ ശരീരത്തിൽ എനിക്ക് പുരട്ടിത്തരണം. കാരണം എനിക്ക് ഖബറിൽ തനിച്ച് കടന്നുറങ്ങാൻ എനിക്ക് കഴിയില്ല. എൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ബറക്കത്ത് എൻ്റെ ശരീരത്തിലുണ്ടാകുമ്പോൾ എനിക്കൊരു തണലാണെന്ന് മഹാനായ സയ്യിദനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഇതാണ് അവർ പേടിച്ചത്. വേറെ ദുനിയാവിലൊന്നും അവർ പേടിച്ചില്ല. ആഖിറം പേടിച്ചു, ഖബറും പേടിച്ചു. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, കൃത്യമായി വലിയ നല്ല അല്ലാഹു ബഹുമാനിക്കുന്ന, അല്ലാഹു ആദരിക്കുന്ന മാസവും സമയവും അല്ലാഹുവിൻ്റെ ദിക്ർ ചൊല്ലി കൃത്യമായ സമയത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗൾഫിലൊക്കെ പോകുമ്പോൾ നമ്മൾ സാധാരണ പറയും, കരയിലേട്ടാ വാപ്പ അവിടെ എത്തിയ ഉടനെ വിളിക്കാം. ഞാൻ എയർപോർട്ട് എത്തിയ ഉടനെ എല്ലാം ഇമിഗ്രേഷൻ കഴിഞ്ഞ് വീഡിയോ കോൾ വിളിക്കാം. അവിടെ എത്തിയിട്ട് ഇൻഷാ അല്ലാ ബാപ്പ വാട്സപ്പിൽ വിളിക്കാം എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ പോക്കിൽ തിരിച്ചു വരവുണ്ട്. ഒരുപക്ഷെ 2 ആഴ്ച കൊണ്ടോ 3 ആഴ്ച കൊണ്ടോ എപ്പോഴാണോ അദ്ദേഹം വിചാരിക്കുന്നത് അപ്പോൾ തിരിച്ചു വരാം. തിരിച്ചു വരവില്ലാത്തൊരു യാത്രക്ക് പുറപ്പെടുമ്പോൾ സ്വന്തം ഭാര്യനെ മുന്നിലിരുത്തി, സ്വന്തം മകളെയും മകളെ ഭർത്താവിനെയും മുന്നിലിരുത്തി വഫാത്തിന്റെ 1 മണിക്കൂർ മുമ്പ്, ഓ പ്രിയപ്പെട്ട കുടുംബമേ, ഭാര്യയോടും മക്കളോടും ചെയ്ത വസിയത്ത് ലോകം കാതോർത്ത് കേൾക്കണം. ചരിത്രലിപിയിൽ നിങ്ങൾ ഉല്ലേഖനം ചെയ്യണം, ലോകം വായിച്ചെടുക്കണം ഈ മഹാനെ കുറിച്ച്. ബാക്കവി ഉസ്താദ് പറഞ്ഞതുപോലെ ലോക ചരിത്രത്തിൽ പല മഹാരഥന്മാർ ലോകത്തോട് വിട ചൊല്ലിയിട്ടുണ്ടെങ്കിൽ വിരലിൽ എണ്ണാൻ മാത്രം ഇത്ര വലിയ കൃത്യമായ രേഖപ്പെടുത്തലുകൾ നടത്തിയിട്ട് യാത്ര ചോദിച്ച മഹാന്മാരിൽ പ്രധാനി വഫാത്തിന്റെ മുമ്പ് പറഞ്ഞു, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും
ബിഗൈരി ഹിസാബ്. എന്തെങ്കിലും അല്ലാഹുവിന്റെ ഖളായിൽ ഇവിടെ വെച്ച് നടന്നാൽ, അല്ലാഹുവിന്റെ ഖളായിൽ നടക്കേണ്ടത് വല്ലതും ഈ ഹോസ്പിറ്റലിൽ വെച്ച് നടന്നാൽ, നിങ്ങൾ അതിന്റെ പേരിൽ ടെൻഷൻ അടിക്കരുത്, നിങ്ങൾ അതിന്റെ പേരിൽ ദുഃഖിതരാകരുത്, നിങ്ങൾ ആരും കരഞ്ഞ് സമയം പാഴാക്കരുത്. അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് കീഴ്പ്പെടുകയല്ലാതെ രക്ഷയില്ലല്ലോ. അതുകൊണ്ട് ഈ ലോകത്തോട് പോകേണ്ട സമയത്ത് നമ്മൾ പോകും. ആ വിഷയത്തിൽ നിങ്ങൾ കൃത്യമായ സ്വബർ പാലിച്ചാൽ, നിങ്ങൾ ക്ഷമ കൈവരിച്ചാൽ, നിങ്ങൾ കറ്റമില്ലാത്ത പ്രതിഫലം റബ്ബ് തരും കേട്ടോ എന്ന് ഈ ലോകത്തേക്ക് തിരിച്ചു വരാത്തൊരു യാത്രക്ക് മുമ്പ് മഹാനവറുകൾ കുടുംബത്തോട് പറഞ്ഞ കുടുംബം ഇന്ന് എന്നോടൊപ്പം ഇവിടെ ഉണ്ട്. ആ ഉമ്മയുണ്ട്, പുതിയാപ്പിളയുണ്ട്, കുടുംബങ്ങളുണ്ട്. സുഹൃത്തുക്കളെ, ഇത് വേറെ ഏതെങ്കിലും ഒരാൾ പറയുന്നത് കേട്ട് സോഷ്യൽ മീഡിയക്ക് റേറ്റ് കിട്ടാൻ വേണ്ടി പറയല്ല. ആ കൃത്യമായ വസിയത്ത് ചെയ്ത് അല്ലാഹ് അല്ലാഹ് എന്ന് സ്വകാര്യ ഹോസ്പിറ്റലിന്റെ ഭിത്തികൾ വിച്ഛേദിക്കും വിധത്തിൽ ഖാദിരിയത്തിന്റെ ദിക്ർ ചൊല്ലി ഈ ലോകത്തോട് കുടുംബത്തോട് സന്തോഷത്തോടെ എല്ലാ ഹുക്കൂക്കും പറഞ്ഞു തീർത്ത് യാത്ര പോകാൻ മാത്രം മഹാനവറുകൾക്ക് അല്ലാഹു ധൈര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ മസാറിൽ പോയാൽ ദുആക്ക് ഇജാബത്ത് ഉറപ്പല്ലേ? അവരെ ഹദ്റത്തിൽ ഇരുന്നാൽ അവരെ നോട്ടം ചില്ലറയല്ലല്ലോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തീരെ പോരിശ ഉള്ളൊരു ശൈഖിനെ ഇട്ടേച്ചു പോകുന്ന ലോകരെ എങ്ങോട്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മഹ്ള് ഫളില് കൊണ്ട്, അവരെ ബറക്കത്ത് കൊണ്ട്, അവരെ മദദ് കൊണ്ട്, അല്ലാഹു, ഞാൻ സത്യം പറഞ്ഞാൽ, എൻ്റെ ഈ സദസ്സിനെ സത്യപ്പെടുത്തി പറഞ്ഞാൽ, അവിടുത്തെ വഫാത്തിന് ശേഷം ഡയറക്റ്റ് അവിടുത്തെ ഫോട്ടോ ഞാൻ 1, 2, 3 സെക്കൻഡ് അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഈ സെക്കൻഡ് വരെ നേരിട്ട് കാണാൻ എനിക്ക് സാധിക്കാറില്ല. അത്രയും വലിയ ഒരു തീരാ നഷ്ടമായി. ഒരുപാട് കാലം അവിടുത്തെ അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുമായിരുന്നു എന്ന് ആശിച്ചു പോയ രംഗങ്ങളുണ്ടായിരുന്നു. കാരണം പിതാവിൻ്റെ സമയത്ത് പിതാവ്, അല്ലെങ്കിൽ ഷെയ്ഖിൻ്റെ സമയത്ത് ഷെയ്ഖ്, തമാശയുടെ സമയത്ത് കൂട്ടുകാരൻ എന്ന് തോന്നിപ്പിക്കും. ഏതെല്ലാം ഹലാലായ വ്യത്യസ്ത മേഖലകളിലാണോ നമ്മൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത്, അതിനൊക്കെ പറ്റിയ ഒരു കനം, ഒരു കടുമണി തൂക്കിന്റെ കനം പോലും കിബറില്ലാത്ത അത്ര നല്ല ഹൃദയത്തിൽ വിശാലതയുള്ള മഹാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ കയ്യിൽ നിന്ന് നാം അറിയാതെ നിലത്തേക്ക് സാധനങ്ങൾ വീണുപോയതുപോലെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മനസ്സിൽ വല്ലാത്ത വിഷമവും പ്രയാസവും ഉണ്ടെങ്കിലും എനിക്ക് ഡയറക്റ്റ് ഇന്ന് വരെ എത്ര ഉറൂസിൻ്റെ ഫോട്ടോ വന്നാലും അവിടുത്തെ വീഡിയോ വന്നാലും നേരിട്ട് വോയിസ് പ്രസംഗത്തിൽ കേൾക്കുകയല്ലാതെ കാണാൻ കഴിയാത്തൊരു പ്രയാസം. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, ഇത്ര വലിയ ഫളിലുള്ള മഹാനവറുകൾ ഉസ്താദ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരെ കൊണ്ട് ഞാൻ പലതും മനസ്സിൽ ആഗ്രഹിച്ചതായിരുന്നു. സംഘടനാ തലപ്പത്തും സമസ്തയുടെ തലപ്പത്തും ബഹുമാനപ്പെട്ടവരെ കൊണ്ട് ഞാൻ പലതും ആശിച്ചതായിരുന്നു എന്ന് വഫാത്തിന് ശേഷം എന്നോട് മഹാനായ സുൽത്താനുൽ ഉലമ പറയാറുണ്ടായിരുന്നു. ഒരാൾക്കും അവിടുത്തെ ജീവിതത്തിലോ അവിടുത്തെ പെരുമാറ്റത്തിലോ ഒന്നും ഒരാൾക്കും ഒരു പോസിറ്റീവ് അല്ലാതെ നെഗറ്റീവായി പറയാൻ സാധിക്കാത്തത്ര വിധത്തിൽ കൃത്യമായ സൂക്ഷ്മത പാലിച്ച് ജീവിച്ചു പോയ മഹാനവറുകൾ, അല്ലാഹുവേ, അവിടുത്തെ മഹ്ള് ഫളില് കൊണ്ട്, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നീ സമാധാനവും, കുടുംബത്തിനും അവിടുത്തെ മുഹിബ്ബീങ്ങൾക്കും ശാന്തിയും സമാധാനവും നീ നൽകണം റഹ്മാനെ. അവിടുത്തെ മദദും സഹായവും ഞങ്ങൾക്ക് എന്നും നീ നിലനിർത്തി തരണേ റഹ്മാനെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഒരുപാട് ഒരുപാട് ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഈ സ്ഥാപനങ്ങൾ നീ എത്തിക്കണേ അല്ലാഹ്. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു സ്ഥാപനം നടത്തുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഉയർന്ന നിലവാരത്തിലാണ്, വലിയ ദറജയിലാണ് ഞാനുള്ളത്. എന്നെ കവച്ചു വെക്കാൻ ആരുമില്ല
എന്ന് തോന്നുന്ന ഒരു തോന്നൽ, അത് പലപ്പോഴും സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് കോട്ടം നിൽക്കുന്ന ഒരു സ്വഭാവ രീതിയാണെങ്കിൽ മഹാനവറുകൾ ഇവിടെ വന്നാൽ ഓരോരുത്തരോട് വ്യത്യസ്തങ്ങളായ മുശാവറ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി സാഹിത്യോത്സവ്, സംസ്ഥാന സാഹിത്യോത്സവ് ഇവിടെ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ സ്വന്തമായി ഏറ്റെടുക്കുകയല്ല. അന്ന് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ വെക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടെ അങ്ങ് ഏറ്റെടുക്കുകയല്ലേ, എല്ലാവരും കൂടെ അങ്ങ് ഏറ്റെടുത്ത വിജയിക്കും, നമ്മളെ സംഘടനൻ്റെ പരിപാടിയല്ലേ എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ എനിക്ക് ഒരു നമ്മുടെ റെസീറ്റ് തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ പോയി കുറച്ച് പൈസ ഉണ്ടാക്കി കൊണ്ട് തരണട്ട. എന്ത് ലളിതമായൊരു ഇടപെടലറിയോ, അത് ഞാൻ ഏറ്റെടുത്തു, അത് നമുക്ക് നടത്താമെന്നുള്ള അങ്ങനത്തെ ഒരു പരിപാടി. റബീഉൽ അവ്വലിലെ പരിപാടി ഇവിടെ നടക്കുമ്പോൾ മഹാനവറുകൾ എത്ര വലിയ മേലെയാണ്, എത്രയാണ് അവരുടെ ദർജ. ഞാൻ ചെറിയൊരു കുട്ടിയല്ല അവരെടുത്ത് എന്നോട് പറഞ്ഞു, നിങ്ങൾ മദീന പൂന്തോപ്പും നിങ്ങൾ സീറ്റ് ഓഫ് മദീനക്ക് വലിയ പരിപാടിയായി നടക്കലുണ്ടല്ലോ, അതുപോലത്തെ പരിപാടി നമുക്ക് ഇവിടെ നടത്തണം. അതിനെന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടത്? എന്തൊരു ലളിതമായ, എന്തൊരു വിനയത്തിൻ്റെ ഹൃദയത്തിൻ്റെ വിശാലത അറിയോ. ഞാൻ പറഞ്ഞു നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് എന്തെല്ലോ പരിപാടികൾ നടത്തി ഉഷാറാക്കി നടത്തണമെന്നുണ്ട്, നമുക്ക് ഇവിടെ അങ്ങ് നടത്താം. എന്നോട് പറഞ്ഞു പറ്റൂല, ഞാൻ ഇവിടുന്ന് ഒരാളാ നിങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാം, ഒരു നോട്ടും ബുക്കും പേനയും എടുത്തിട്ട് മടക്കരൻ്റെ സ്ഥാപനത്തിലേക്ക് ഇവിടുന്ന് എടുത്ത് മാനേജർ പറഞ്ഞയച്ചു. നിങ്ങൾ ചിന്തിച്ചോ, ഞാൻ അവിടെ എത്തിയിട്ട് കരഞ്ഞുപോയി. അല്ലാ, എന്തപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കാനുള്ളത്? സംഘടനാ പാഠവം നമ്മളെക്കാളും 100% നേതൃത്വം, സംഘടനാ പാഠവം കൃത്യമായി എന്തെന്ന് ഉൾക്കൊണ്ട നേതൃത്വം, എങ്ങനെ ഭരിക്കണമെന്ന് ഭരണ സംസ്കാരത്തെ കുറിച്ച് പഠിച്ച ആള്, എല്ലാം 100% ഉള്ള ആള് താഴ്ന്ന് വരികയാണ്. അവിടെ ഒരു കിബറോ അങ്ങനത്തെ ഒന്നുമില്ല. അദ്ദേഹം അവിടെ വന്ന് പഠിക്കാൻ വേണ്ടി ഒരാളെ ബഹുമാനപ്പെട്ടവർ അയക്കുകയാണ്. ഇങ്ങനെ ഏത് വിഷയത്തിലും ഒരു കടുമണിത്തൂക്കം, ഇൽമിന്റെ വിഷയത്തിലാവട്ടെ, സ്ഥാപനത്തിന്റെ വളർച്ചയിലാവട്ടെ, ഒരു വിഷയത്തിലും അങ്ങനത്തെ ഒരു കുറവുമില്ലാത്ത, തലക്കനമില്ലാത്ത ഈ പറഞ്ഞ ഗൗസുൽ തങ്ങളുടെ ഈ പറഞ്ഞ വാക്കുകളും പ്രവൃത്തികളും കൃത്യമായി ജീവിതത്തിൽ പയറ്റിയ മഹാനവറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് കൊണ്ട്, അവരുടെ ഖുലുഖിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ സ്വഭാവവും നമ്മുടെ പ്രവൃത്തിയും അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ എന്ന് മാത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി വൽഹർ സ്ഥാപനങ്ങളെ ഏറ്റെടുക്കുകയും ഈ സ്ഥാപനത്തെ സഹായിക്കുകയും അത് മഹാനവറുകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള, പൊരുത്തമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും ഈ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളും നിങ്ങൾ സഹായിക്കണമെന്നും ഇതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നും ഓർമ്മപ്പെടുത്തി മഹാനവറുകളുടെ ദറജയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ പേരിലും അവരുടെ വല്യുപ്പയും അതേ ദിവസം തന്നെയാണ് വഫാത്തായി പോയത് അല്ലേ? അല്ല, ഉപ്പാൻ്റെ ഉപ്പാൻ പോയപ്പോൾ പേരോ ഇതുപോലെ തന്നെ 12 വഫാത്തായില്ലേ? ദുൽഹിജ്ജ 12. അതുപോലെ മഹാനായ ഷെയ്ഖ് സഈദ് സിറാജുദ്ദീൻ അൽ ഖാദിരി റളിയല്ലാഹു അൻഹു ഐലക്കാട് ദുൽഹിജ്ജയിലാണ് 13-നാണ് അവിടുത്തെ ഖലീഫ മഹാനായ ഉമർ അൽ ഖാദിരി റളിയല്ലാഹു അൻഹു ദുൽഹിജ്ജ 14-നാണ്. എൻ്റെ വന്ദരായ ഉസ്താദ് ഷെയ്ഖുനാ CP ഉസ്താദ് ദുൽഹിജ്ജ 15-നാണ്. മഹാനായ സയ്യിദ് കാപ്പിത്തങ്ങൾ ബുഖാരി വയനാട് അവർ ഈ മാസമാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് മഹാന്മാർ, ആലുവ അബൂബക്കർ ഉസ്താദ്, അങ്ങനെ ഒട്ടനവധി മഹാരഥന്മാർ, മഹത്തുക്കൾ വഫാത്തായി പോയ ഈ മാസം അവരെല്ലാവരെയും കരുതി അവരെ പേരിൽ ഫാത്തിഹ ഓതി മഹാനവറുകളെ പ്രത്യേകമായി കരുതുകയും അവരെ അജ്ദാദ്, അവരെ ഉസ്താദുമാർ എല്ലാവരെയും, അവരെ സഹോദരികൾ, കുടുംബങ്ങൾ, അവരെ പ്രിയപ്പെട്ട ഉമ്മ കടലുണ്ടി തറവാട്ടിലുണ്ട്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ആജിലായ ശിഫ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു തആല അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘ ആയുസ് ഇട്ട് കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, അതുപോലെ തന്നെ എല്ലാവരിലും, മക്കളിലും മരുമക്കളിലും പേരക്കുട്ടികളിലും അല്ലാഹു റഹ്മത്ത് വിശാലമായി സന്തോഷവും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه جميلا جزيلا دائما بدوام ملك الله حمدا يوافي نعمه ويكافي مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى اللهم صل على سيدنا محمد وعلى آل سيدنا محمد شجرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف الصورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاصطفائية صاحب القبضة الأصلية والبهجة السنية والرتبة العلية من اندرجت النبيون تحت لوائه فأمنه عليه وصل وسلم وبارك عليه وعلى آله وصحبه عدد ما خلقت ورزقت وأمت وأحييت إلى يوم تبعث من أفنيت وسلم تسليما كثيرا كثيرا والحمد لله رب العالمين اللهم ارزقنا وارزق من معنا وارزق من عاننا للحج والعمر والزيارة مع الصحة والعافية يا رب العالمين وصل اللهم مثل ثواب ما قرأناه من القرآن العظيم هذه هدية منا إلى حضرة حبيبنا وشفيعنا ومرشدنا ومنجينا وهادينا وآخذ أيدينا وثمرة فؤادنا المصطفى محمد صلى الله عليه وسلم إلى حضرات جميع الأنبياء والأولياء والصديقين والشهداء والزهاد والصالحين خصوصا منهم وإلى حضرات ساداتنا البدريين والحديين رضوان الله تعالى عن كل واحد منهم أجمعين وإلى حضرات مشايخنا ومشايخ مشايخنا ومشايخ سلسلة القادرية والدفاعية ونقشبندية وسهروردية والشاذلية وأصولهم وفروعهم رضوان الله تعالى عنهم أجمعين اللهم وإلى حضرة سيدنا وشيخنا وأبينا سيد محمد عمر الفاروق البخاري قدس الله سره وشيخنا شيخ سعيد سراج الدين الحيمد القادر الكبير المعبري قدس الله سره وشيخنا عمر القاطب القادري قدس الله سره وشيخنا سيبي عبد القادر مولانا قدس الله سره وشيخنا لواء أبو بكر مسليار قدس الله سره وشيخنا سيد كابتن البخاري قدس الله سره شيخنا تاج العلماء قدس الله سره شيخنا الله الشريف المدني قدس الله سره اللهم وإلى حضرات من دفنوا في هذه البلدة من الأولياء والصالحين والسادة رضوان الله تعالى عنهم أجمعين اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وعزا على عزهم يسر لنا أمورنا مع أرواح لقلوبنا وأبداننا في الدين والدنيا والآخرة إنك على كل شيء قدير اللهم يا رب يا الله يا رحمن يا الله يا رب يا الله സാധുക്കളായ പാപികളായ ദോഷികളായ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ ഖബൂൽ ചെയ്യണേ
അല്ലാ, ഖായിബാക്കല്ല അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ചെറുതും വലുതുമായി ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയ പാപികളാണ് അല്ലാ. ഉബ്ബായതിന്റെ മഹദു ഫദ്ല് കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. സൃഷ്ടകാല ജീവിതം നിന്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഹറക്കാത്ത് സക്കനാത്തുകൾ നിന്റെ ദിക്റിലും ഫിക്റിലും ശുക്റിലും ആക്കി തരണേ അല്ലാ. ഹുദൂറുൽ ഖൽബ് നൽകണേ അല്ലാ. ഖുശൂഉൽ ഖൽബ് നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിലായി നിന്റെ ത്വഅത്തിലായി ദീർഘകാലം ദീനീ ഖിദ്മത്തിനുള്ള തൗഫീഖും ഹല്ലും അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കളെ കുടുംബ പരമ്പര ഖിയാമത്ത് സാഅത്ത് വരെ ഉള്ളവർക്ക് നീ നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ പരമ്പര മുഴുവനും മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് ഉലമാഇന്റെ പരമ്പരയാക്കണേ അല്ലാ. ഫുഖഹാഇന്റെ പരമ്പരയാക്കണേ അല്ലാ. ദീനിന്റെ ഖാദിമീങ്ങളെ പരമ്പരയായി ഖിയാമത്ത് സാഅത്ത് വരെ നീ നിലനിർത്തി തരണേ അല്ലാ. അല്ലാഹുവേ, ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവർ ഒരുപാട് മുഅ്മിനീങ്ങൾ നാട്ടിലും വിദേശ രാജ്യങ്ങളിലും രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലും കുഗ്രാമങ്ങളിലും അല്ലാഹുവേ പലയിടങ്ങളിലുമുണ്ട്. ഞങ്ങളെ ഈ മജ്ലിസിലും ഓരോ റൂസിന്റെ പരിപാടികളിലും സ്വലാത്ത് മജ്ലിസുകളിലും ആമീൻ പറയുന്നവരും ഇതുമായി സഹകരിക്കുന്നവരുമുണ്ട് അല്ലാ. ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി അല്ലാഹുവേ എല്ലാവർക്കും നീ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഉബ്ബായതിന്റെ മഹദു ഫദ്ല് കൊണ്ട് അവരെ ജോലിയിലും കുടുംബത്തിലും ജീവിതത്തിലും ഒരുപാട് ഫുതുഹാത്ത് നൽകണേ അല്ലാ. ഖൈറിന്റെ വാതിലുകൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. ഒരു സ്ഥലത്തും പ്രയാസത്തിലോ ബുദ്ധിമുട്ടിലോ നീ ആക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ ഫുതുഹാത്തുകൾ നൽകണേ അല്ലാ. ഒരു പ്രതിബന്ധങ്ങളും ഒരു തടസ്സങ്ങളും ഞങ്ങളെ മുമ്പിൽ നീ വെക്കല്ലേ അല്ലാ. മഹാനവറുകളോടുള്ള മഹബത്ത് കൊണ്ട് അല്ലാഹുവേ, അവിടുത്തോടുള്ള മഹബ് കൊണ്ട് സാധുക്കളായ ഞങ്ങളെ ഫിദ്ദുനിയ വൽ ആഖിറ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഒരുപാട് സഹായിച്ചവരും സ്ഥാപനങ്ങളിലേക്ക് മഖാമുകളിലേക്ക് സന്തലുകളായി ഒരുപാട് വിഭവങ്ങളായി പലതും സഹായിച്ചവരും കഠിനാധ്വാനം ചെയ്ത വളണ്ടിയർമാരും പ്രവർത്തകന്മാരും ഇതിൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും അല്ലാഹുവേ സംഘടനാ പ്രവർത്തകരും ഇതിനുവേണ്ടി കട്ടപ്പെട്ട സഹോദരി സഹോദരങ്ങളും സർവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാ. അവരോടൊന്നിച്ചു നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖായ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിച്ച് സ്വർഗ്ഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുവേ, അവിടുത്തെ മഹബത്തിന്റെ കടുപ്പം ഞങ്ങൾക്ക് അളക്കാൻ കഴിയില്ല അല്ലാ. അവിടുത്തെ എത്രത്തോളം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ, ആ ആഴക്കടലിലേക്ക് എത്ര ഇറങ്ങിയിട്ടുണ്ടോ, അവരാ മഹബത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും നീ മഹബത്ത് ഏറ്റിത്തരണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. അവരോടുള്ള മഹബത്തിലായി ഞങ്ങളെ നീ ജീവിപ്പിക്കണേ റഹ്മാനെ. ഹയാത്ത് കാലത്ത് എത്രത്തോളം ഓരോരുത്തരും ഞങ്ങളുമായി ബന്ധമുണ്ടോ, ആ ബന്ധം 1% പോലും കുറയാതെ ഞങ്ങൾ ആഖിറം വരെയും അവിടുത്തോട് ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. നീ അടുപ്പിച്ചു തരണം റഹ്മാനെ. അവിടുത്തെ ദർസും അവിടുത്തെ സ്ഥാപനങ്ങളും അല്ലാഹുവേ വലിയ നമാവും തറക്കയും എല്ലാ ഭാഗത്തും നീ ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. അവരെ മക്കളിലും അവരെ ഭാര്യ മക്കളിലും കുടുംബങ്ങളിലും പേരമക്കളിലും അവിടുത്തെ ശിഷ്യന്മാരിലും അവിടുത്തെ മുഹിബ്ബീകളിലും എന്നെന്നും അവിടുത്തെ നോട്ടവും മദതും ഹിമായത്തും നീ നിലനിർത്തി തരണേ അല്ലാ. അല്ലാഹുവേ, അവരെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്കുള്ള മനസ്സിലുള്ള ഹമ്മുകൾ നീ തീർത്ത് സുറൂർ നൽകണേ അല്ലാ. സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ശൈത്വാനിയത്തിൽ നിന്നും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. സാഹിരീയങ്ങളെ സിഹറിൽ നിന്ന് കാക്കണേ അല്ലാ. ഹാസദീയങ്ങളെ ഹസദിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, മുഫ്തിനീങ്ങളെ ഫിത്നയിൽ നിന്ന് മുഫ്സിദീങ്ങളെ ഫസാദിൽ നിന്ന് നീ കാക്കണം റഹ്മാനെ. ഉബ്ബായതിന്റെ മഹദു ഫദ്ല് കൊണ്ട് ഒരുപാട് രോഗികൾ അല്ലാഹുവേ ഈ സദസ്സിനെയും സ്വലാത്തിനെയും ഈ സ്ഥാപനത്തിനെയും ലക്ഷ്യം വെച്ച് മഹാനവറുകളുടെ ഹദറത്തിൽ വരുന്നവരുണ്ട്. അല്ലാഹുവേ, ഏതെല്ലാം തരത്തിലുള്ള ഏതെല്ലാം വിധത്തിലുള്ള രോഗങ്ങളും പ്രയാസങ്ങളും അവർ
അവർക്കും നമുക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്കും നമ്മുടെ ആബാ ഉമ്മഹാത്ത് അസാതിദത്ത് നമ്മുടെ മശായിഖന്മാർ ഞങ്ങളെ സുമലായി ഞങ്ങളെ ശിഷ്യന്മാർ അല്ലാഹുവേ ഞങ്ങളെ സ്ഥാപന സഹായികൾ സഹകാരികൾ സർവർക്കും നീ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കളുണ്ട്, ഭാര്യ മാതാപിതാക്കൾ, ഈ സ്ഥാപനത്തെ സഹായിച്ചവരും ആമീൻ പറയുന്നവരും നീ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. ഒരു സ്ഥലത്തും നീ പ്രയാസപ്പെടുത്തല്ലേ റഹ്മാനെ. എല്ലാ മക്കളെയും നീ നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഇസ്സത്തുള്ള വീട് നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാഹ്. നീ നൽകിയ മക്കളൊക്കെ കൺകുളിർമയുള്ള അല്ലാഹുവേ ദീനിന്റെ ഖാദിമീങ്ങളായ മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്കെല്ലാം ഒരുപാട് കുടുംബങ്ങൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, അവരിലും ഞങ്ങളിലും മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ മഹാനവരകളെ ബർക്കത്ത് കൊണ്ട് എളുപ്പമാക്കി തരണേ അല്ലാഹ്. അതിനുള്ള വഴികളെ നീ തുറന്നു തരണേ അല്ലാഹ്. എല്ലാ പ്രതിസന്ധികളെയും നീ മാറ്റി തരണം റഹ്മാനെ. അല്ലാഹുവേ മഖ്ബൂലും മബ്റൂറും മർളിയായ ഹജ്ജ് ഉംറ സിയാറത്തുകൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരും പലരും ഈ സദസ്സിലും ഇതിലും കേട്ട് ആമീൻ പറയുന്നവരിലുമുണ്ട്. എല്ലാവരുടെ വിഷയങ്ങൾക്കും ഈ മജ്ലിസ് നീ പരിഹാരമാക്കി തരണേ അല്ലാഹ്. മഹാനവറുകളുടെ ഹയാത്ത് കാലത്ത് അവരെ വളരെ അധികം സ്നേഹിച്ച ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരും ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരും അവരോട് മഹബത്തിലായി കഴിഞ്ഞവരും അവരെ നാട്ടിലും ഈ നാട്ടിലും പല സ്ഥലങ്ങളിലുമുണ്ട് അല്ലാഹ്. പ്രിയപ്പെട്ട യൂസുഫ് ഹാജി അടക്കം, ഇവിടെ മാനേജറായി ഉണ്ടായിരുന്ന ഉസ്മാൻ ഹാജി അടക്കം, പ്രിയപ്പെട്ട പെരുമ്പ ഉമർ ഹാജി അടക്കം ഒരുപാട് പ്രിയപ്പെട്ട കൂട്ടുകാരും അവരെ ശരീക്കന്മാരും ഉസ്താദുമാരും പലരും ഈ നാട്ടിലും പ്രദേശത്തുമുള്ള സഹോദരികളും കുടുംബങ്ങളും ഇവിടെ വന്നാൽ എപ്പോഴും അവിടുത്തെ കുടുംബത്തിന് ഭക്ഷണം വെച്ചും വിളമ്പിയും സൽക്കരിച്ചിരുന്ന പ്രിയപ്പെട്ട ഷരീഫ് ബാക്കി ഉസ്താദിന്റെ ഭാര്യ അടക്കം അല്ലാഹുവേ ഈ സ്ഥാപനത്തെ അകമഴിന് സഹായിക്കുന്ന പലരും കടലുണ്ടിയിലും ചാരിയത്തും ഈ നാട്ടിലും പരിസരങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും അവരെ പെങ്ങളും സഹോദരിയും അതുപോലെ തന്നെ പലരുമുണ്ട് അല്ലാഹുവേ. അറിയുന്നവരെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഈ സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരും നാട്ടിലും വിദേശത്തും ഒരുപാട് പ്രവർത്തിച്ചവരും തൃശ്ശൂരിലുള്ള പ്രിയപ്പെട്ട അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ മരണപ്പെട്ടു പോയവർ, അങ്ങനെ ഒരുപാട് ഈ പരിസരങ്ങളിലും ചുറ്റുഭാഗങ്ങളിലുമുള്ളവർ അല്ലാഹു അവിടുത്തെ ഇഷ്ടപ്പെട്ട ഒരുപാട് മുഹിബ്ബീങ്ങളുണ്ട്. അവർക്കും എല്ലാവർക്കും അല്ലാഹുവേ നമ്മൾ പറഞ്ഞവരും പറയാത്തവരിലും എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവിടുത്തെ മദദ് കൊണ്ട് അവരെല്ലാം ഖബറിൽ നീ സന്തോഷം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ ഖളായിൽ ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ സമാധാനിക്കുന്നു അല്ലാഹ്. ഞങ്ങൾക്ക് അതിനർഹമായ പ്രതിഫലം നിന്റെ വിശുദ്ധമായ ഖുർആനിൽ രേഖപ്പെടുത്തിയതനുസരിച്ച് ഞങ്ങൾക്ക് തരണം റഹ്മാനെ. അവിടുത്തെ ശറഫാക്കപ്പെട്ട കിബറിന്റെ ലാഞ്ചന പോലുമില്ലാത്ത അല്ലാഹുവേ അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖത്തെ പുഞ്ചിരി കണ്ട് ഞങ്ങൾക്ക് ആശ തീർന്നിട്ടില്ല അല്ലാഹ്. അവിടുത്തെ ശിക്ഷണവും അവിടുത്തെ ലാലനയും അവിടുത്തെ തലോടലും കിട്ടിയിട്ട് ഞങ്ങൾക്ക് ആശ തീർന്നിട്ടില്ല അല്ലാഹ്. അതിനിടക്ക് നിന്റെ റഹ്മത്തിലേക്ക് നീ കൊണ്ടുപോയതിൽ ഖൈറെന്താണെന്ന് നിനക്കല്ലാതെ ഞങ്ങൾക്കറിയില്ല. ആ വഫാത്തിന് ശേഷം ഖിയാമം വരെയും ഹയാത്ത് കാലത്ത് കിട്ടിയതുപോലെയുള്ള മദദ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും അവരെ ശിഷ്യന്മാർക്കും അവരെ മുഹിബ്ബീകളിലും അവരെ സ്നേഹിക്കുന്നവരിലും നീ നിലനിർത്തി തരണം റഹ്മാനെ. വേണ്ടതെല്ലാം വേണ്ട സമയത്ത് അവിടുന്ന് ഇടപെട്ട് കിട്ടുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് അതിൻ്റെ വഴികളെ നീ തുറന്നു തരണം റഹ്മാനെ. അവർക്കും നമുക്കും ഇടയിൽ ഒരു മറയും നീ തരരുത് അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങളെ മക്കളിലും കുടുംബങ്ങളിലും അവിടുത്തെ സ്വഭാവവും അവിടുത്തെ മതവും ജീവിത ശൈലിയും നിത്യമാക്കുന്ന സാധുക്കളിൽ ഞങ്ങളെ നീ പെടുത്തി തരണം റഹ്മാനേ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അവിടുത്തെ പ്രിയപ്പെട്ട പിതാവ് സയ്യിദ് അഹ്മദുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദ് ശൈഖുൻ നുജൂം ബഹുമാനപ്പെട്ട ബിരാഗോയ ഉസ്താദ്, അവിടുത്തെ മശായിഖന്മാർ ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ് ചാലിയം വെച്ച് പോയ തങ്ങൾ ഖദ്ദസല്ലാഹു അസ്റാറഹു, ആ മഹാന്മാരുടെയും ബാക്കിയാത്തിലെയും ധാരാളം അസാധ്യതത്ത് ഇവരെല്ലാവരുടെ ഹദറത്തിലേക്കും ഇതിൻ്റെ സവാബിനെ നീ എത്തിച്ചു കൊടുത്ത് നീ സന്തോഷം പ്രദാനം ചെയ്യണേ അല്ലാഹ്. വഗ്ഫിർ ലി അബാഇനാ വ ഉമ്മഹാതിനാ വ അസാതിദതിനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ വ ഇയ്യാഹും ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വ്യത്യസ്തങ്ങളായ രൂപത്തിലാണ് നമ്മൾ ദ്വാരക്കാറുള്ളത്. നമ്മളൊക്കെ മുമ്പ് ഓതി പഠിച്ച ആ ദുആണ് ദ്വാരക്കാറുള്ളത്. ഒരിക്കൽ എന്നോട് പറഞ്ഞു, ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടണമെങ്കിൽ ഇതിപ്പോൾ നമ്മൾ കിതാബോ ഷർഹോ ഫിഖോ എന്നല്ല ഇവിടെ പറയുന്നത്, ഓറ് പറഞ്ഞത് പറയാണ്. ഇനിയിപ്പോൾ അതിന് വേറെ ബദൽ ഫിഖ് ചർച്ച കൊണ്ടൊന്നും വേണ്ട. ഹംദും സ്വലാത്തും കൊണ്ട് തുടങ്ങി ആബാ ഉമ്മഹാ തസാതിദത്തിനെ കൊണ്ട് സമാപിച്ച് ദുആ ചെയ്താൽ അതിന് വലിയ ഇജാബത്തുണ്ടെന്ന് പറയണം. അതിനുശേഷം എൻ്റെ എല്ലാ ദുആയിലും അത് ശ്രദ്ധിക്കാറുണ്ട്. ഹംദും സ്വലാത്തും കൊണ്ട് നമ്മൾ തുടങ്ങും. വഗ്ഫിർ ലി അബാഇനാ വ ഉമ്മഹാതിനാ വ അസാതിദത്തിനാ. എല്ലാവരുടെ ഗുരുത്വവും പൊരുത്തവും കിട്ടാൻ ഏറ്റവും വലിയ മാർഗ്ഗമാണല്ലോ ആബാ ഉമ്മഹാ തസാതിദത്ത്. അത് അങ്ങനെ തന്നെയാണ് അവിടുന്ന് പഠിപ്പിച്ചു തന്നതും. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഓരോ ചിട്ട പാലിച്ച് നമുക്ക് പഠിപ്പിച്ചു തരാറുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനവറുകളുടെ പൊരുത്തവും മദതും അല്ലാഹു നമുക്കും ഈ സ്ഥാപനത്തിലും നമ്മുടെ കുടുംബത്തിലും എന്നും അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. എപ്പോഴും ഒരു ഫാത്തിഹ അവരെ പേരിൽ ഓതണമെന്ന് പ്രത്യേകം വസിയ്യത്ത് ചെയ്ത് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ എല്ലാവരും നേരത്തെ വരണം. മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ മണിക്കൂറുകൾക്ക് മുമ്പ് നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേരും ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, മറ്റു വലിയ സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാർ, നേതാക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നമുക്ക് നസീഹത്ത് ചെയ്യാൻ, ആരോഗ്യം മറന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് വരുമ്പോൾ നാം ആരും പാഴായി പോവരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.